ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാർ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? 9ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിന് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. കൂടാതെ അതിന്റെ ആൻസർ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മക്കളെ, ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ചോദ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോകാം മക്കളെ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, നമുക്കറിയുന്നതാണ് ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ പാഠമുണ്ടല്ലോ. നിങ്ങൾക്കറിയുന്നതാണ് രണ്ടാമത്തെ പാഠത്തിന്റെ പേരറിയാം, ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇറ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ട്രേഡ് റൂട്ടുകളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാണിജ്യ പാതകളെ കുറിച്ച് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം മക്കളെ, ഒരു ചോദ്യമാണ്, വിച്ച് were the two major trade routes of medieval world, write its features. അവിടെ ചോദിച്ചിട്ടുണ്ട്, മധ്യകാല ലോകത്തെ പ്രധാന വാണിജ്യ പാതകൾ ഏതെല്ലാം, അതിന്റെ സവിശേഷതകൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായി പഠിച്ചിരിക്കണം. അതെന്താണ്, മസ്റ്റ് ആയിട്ട് അത് ചോദിച്ചിരിക്കും. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. അപ്പൊ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. പ്രധാനമായിട്ട് നമുക്കറിയാം ചൈന അല്ലേ, ഈ പറയുന്ന ഈ ചൈനയിലെ കിഴക്കൻ ചൈന മുതൽ ഇതേപോലെ തന്നെ, അതായത് ഈസ്റ്റേൺ ചൈന മുതൽ ഇതുപോലെ ഇങ്ങനെ അങ്ങ് കാണാം, ഇതാണ് ഇത് യൂറോപ്പ്. അപ്പം ഈ ചൈന മുതൽ യൂറോപ്പ് വരെ നീണ്ടു നിൽക്കുന്ന വാണിജ്യ പാതകൾ ഉണ്ടായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ട്സുകൾ ഉണ്ടായിരുന്നു. അതാണ് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കുന്നത്. രണ്ട് തരത്തിലേക്കുള്ള വാണിജ്യ പാതകളാണ് അന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നാണ് സിൽക്ക് റൂട്ട്, രണ്ടാമത്തത് സ്പൈസ് റൂട്ടാണ്. സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മക്കളെ, എന്താണത്, പട്ടുതുണിപ്പാതയാണ്. സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ടുതുണിപ്പാതയാണ് ഇത് ഒന്നാമത്തത്. രണ്ടാമത്തത് നമുക്കറിയാം സ്പൈസ് റൂട്ടാണ് അല്ലേ. ഒന്ന് സിൽക്ക് റൂട്ടാണ്, രണ്ടാമത്തെ എന്താണ്, സ്പൈസ് റൂട്ട്. സ്പൈസ് റൂട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്താണ്, അത് അന്നത്തെ സുഗന്ധ വ്യഞ്ജന പാത എന്നാണ് നമ്മൾ പറയുക അല്ലേ. സുഗന്ധ വ്യഞ്ജന പാത എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട പാതകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെച്ചു. ആദ്യം ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ മക്കൾക്ക് തന്നെ ആദ്യം തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മക്കളെല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ സിൽക്ക് റൂട്ടാണ് ഇതിലെ നിങ്ങൾ കാണുന്നത്, ഇതിലെ കാണുന്നത് സിൽക്ക് റൂട്ടാണ്. അതായത് കരമാർഗമാണ് എന്ത്, സിൽക്ക് റൂട്ടുള്ളത്. പ്രധാനമായും ലാൻഡിലൂടെയാണ് എന്ത്, സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ടുതുണി പാത നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ മക്കൾ ഇവിടെ നോക്കുക, ഇതുപോലെ ഒരു ആരോ ഇട്ടത് കണ്ട, ഈ കടലിലൂടെ ഇതുപോലെ ഒരുപാട് റൂട്ടുകളുണ്ട്. കടലിലൂടെ പോകുന്ന അല്ലെങ്കിൽ സീ റൂട്ടായിട്ടുള്ളതാണ് ഇത് നമ്മൾ ഈ പറയുന്ന സ്പൈസ് റൂട്ടുകൾ അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജന പാത എന്നുള്ളത്. അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്, കരയിലൂടെയാണ്. ഈ പറയുന്ന സ്പൈസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തിലൂടെയാണ്, കടലിലൂടെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ പോയിന്റ് വൈസ് പഠിക്കാം. അപ്പോൾ മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആണ്, ദീസ് റൂട്ട് എക്സ്റ്റെൻഡഡ് ഫ്രം ഈസ്റ്റേൺ ചൈന ടു വെസ്റ്റേൺ യൂറോപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചൈനയിൽ നിന്ന് എങ്ങോട്ടാണ്, യൂറോപ്പ് വരെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത്, അതുപോലെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, ദീസ് ട്രേഡ് റൂട്ട് വിച്ച് കണക്റ്റഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് വേർ നോൺ ആസ് സിൽക്ക് റൂട്ട് ആൻഡ് സ്പൈസ് റൂട്ട് അല്ലേ. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ഈ വാണിജ്യപാതകളെ പട്ടുതുണിപ്പാതകൾ എന്നും അതുപോലെ സുഗന്ധവ്യഞ്ജന പാതകൾ എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കൂ, സിൽക്ക് റൂട്ട് വാസ് ലാൻഡ് റൂട്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ പട്ടുതുണിപ്പാത എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ലാൻഡ് റൂട്ട് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കരമാർഗമായിരുന്നു അത് യാത്ര നടത്തിയിരുന്നത്. അറ്റ് ദ സെയിം ടൈം സ്പൈസ് റൂട്ട് വാസ് ത്രൂ ദ സീ ആണ്. സ്പൈസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രധാനമായി കടലിലൂടെയാണുള്ളത് കേട്ടോ. അപ്പോൾ പട്ടുതുണിപ്പാത കരയിലൂടെയും അതുപോലെ സുഗന്ധവ്യഞ്ജന പാത കടൽ മാർഗവുമായിരുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. ഇനി ലാസ്റ്റ് പോയി നോക്ക്, ദീസ് റൂട്ട്സ് പാസ്ഡ് ത്രൂ ദ ഡിഫറെൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ്. അവിടെ പറഞ്ഞിട്ടുണ്ട് അനേകം കച്ചവട കേന്ദ്രങ്ങളിലൂടെ ഈ പാതകൾ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം മക്കൾക്ക് ഇവിടെ നോക്കിയാൽ മതി. പ്രധാനപ്പെട്ട അന്നുണ്ടായിരുന്ന ഈ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സ് ഉണ്ട് ഇല്ല, നിങ്ങൾ നോക്കിയത് ഇവിടെ കാണാം. ഇന്ത്യയിലൊക്കെ സൂറത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അതുപോലെ നമ്മുടെ കോഴിക്കോട് പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടായിരുന്നു, ട്രേഡ് സെൻറ്റർ ആയിരുന്നു. അതുപോലെ ബാഗ്ദാദ്, ഇങ്ങനെ കുറേ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു ഈ രണ്ട് പാതകൾ പോയിരുന്നത് എന്നുള്ളത് കൂടി മക്കൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. മക്കളെ ഷുവറായിട്ടും ഇത് ചോദിക്കുന്നതാണ്, എക്സാമുകൾക്കൊക്കെ കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മലയാളം കൂടി അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചൈന മുതൽ എവിടെ വരെയാണ്, ചൈന ടു യൂറോപ്പ് വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനെ നമ്മൾ പട്ടുതുണി പാത എന്നും സുഗന്ധവ്യഞ്ജന പാത എന്നും നമ്മൾ പഠിച്ചു. അതുപോലെ ഇത് പട്ടുതുണി എന്ന് പറഞ്ഞാൽ എന്താണ്, കരയിലൂടെയാണ് പോകുന്നത്. സുഗന്ധവ്യഞ്ജന പാത കടൽ മാർഗമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അനേകം കച്ചവട കേന്ദ്രങ്ങളെ ഈ പാതകൾ കടന്നു പോകുന്നുണ്ട് എന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇത്രയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ, ഈ ഭാഗത്തുനിന്ന് വരുന്ന
രണ്ടാമത്തെ, അതായത് എക്സാമിന് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണല്ലോ, നമുക്ക് എക്കണോമിക് സിസ്റ്റംസ് ആൻഡ് എക്കണോമിക് പോളിസീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സാമ്പത്തിക വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. സോഷ്യൽ സയൻസിലെ നമ്മുടെ ജോഗ്രഫി ഭാഗത്ത് വരുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇത് മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നിർബന്ധമായി പഠിച്ചിരിക്കണം. 3 സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അല്ലേ, 3 എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി അല്ലേ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇതിനകത്ത് മൂന്നാമത്തെ ഈ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ഇന്ത്യ ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഇതിനെ നിർബന്ധമായും എന്ത് ചെയ്യണം, എക്സാമിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് മിക്സഡ് എക്കോണമി. അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് മിക്സഡ് എക്കോണമി. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതാൻ. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതാൻ. അപ്പോൾ മക്കളെ ഓർത്ത് വെച്ചോ, ഒരു 3 മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മക്കളെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് നോക്കാം. മിക്സഡ് എക്കോണമിയാണ്, നോക്കിക്കോളൂ. എക്സിസ്റ്റൻസ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു പ്രധാനമായിട്ട് നമ്മൾ അറിയാം. ഈ ഒരു മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ പൊതുമേഖലയും അതുപോലെ സ്വകാര്യ മേഖലയും അടങ്ങിയതാണ് ഇത് ഈ പറയുന്ന മിക്സഡ് എക്കോണമി. രണ്ടും കാണാൻ പറ്റും. പൊതുമേഖലയും കാണുന്നുണ്ട്, സ്വകാര്യ മേഖലയും കാണുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും രണ്ടെണ്ണത്തിന് കൂടി ചേർന്നാണ് ഇത് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും കൂടി ചേർന്നിട്ടാണ് എന്ത് വരുന്നത്, മിശ്ര സമ്പദ് വ്യവസ്ഥ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചോളാം. ഓക്കെ, ഇനി രണ്ടാമത് നോക്കോളൂ. എക്കോണമി വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ആസൂത്രണത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, ആസൂത്രണമാണ്. ആസൂത്രണത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പ്ലാനിങ് എന്നുള്ളതാണ്. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം മക്കളെ. മൂന്നാമത്തത് ഇമ്പോർട്ടൻസ് ടു വെൽഫെയർ ആക്ടിവിറ്റീസ് അല്ലേ. ഇതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. അതായത് ഏറ്റവും കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഏത്, മിക്സഡ് എക്കോണമി എന്നുള്ളത് ഓർത്ത് വെച്ചോളണം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്. എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് ഫ്രീഡം ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് എക്കണോമിക് കൺട്രോൾ. നിങ്ങൾ നോക്കണം, സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരേ സമയം ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം, അതേപോലെ തന്നെ സോഷ്യലിസം, ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടിയും ഈ പറയുന്ന എല്ലാ പ്രത്യേകതകളും അടങ്ങിയിട്ടുള്ളതാണ് ഇത് മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് മക്കളെ. ഇത് പഠിച്ചിട്ട് എക്സാമിന് നിങ്ങൾ പോകാൻ പാടുള്ളൂ കേട്ടോ. കാരണം തുടർച്ചയായി വരുന്ന എക്സാമിൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളണം. എക്സാമിന് വലിയ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ മക്കളെല്ലാ ആൾക്കാരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായും നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. ഓക്കെ മക്കളെ, കാണാം. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. ഓക്കെ, ബൈ.